ഇതാണ് ഗൈസ് നമ്മുടെ റോഡ്. വലിയ ആഡംബര റോഡൊന്നല്ല. ഇതാണ് നോർമൽ ഒരു ജീപ്പ്, സാധാരണ ഒരു ടിപ്പർ, അതായത് പിക്കപ്പ് ലോറിയൊക്കെ പോകാൻ പറ്റിയ റോഡാണ്. അപ്പം റോഡ് ശരിയാക്കാൻ വേണ്ടി കുറേ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ റോഡൊക്കെ ഭയങ്കര മോശമായി പോകും. നമ്മൾ സർക്കാരിന് എത്ര വോട്ട് ചെയ്ത് കൊടുത്താലും, ഇലക്ഷന് നിന്ന് സർക്കാരിന് എത്ര ഉപകാരങ്ങൾ ചെയ്തു കൊടുത്താലും അവസാനത്തേക്ക് അവർ നമുക്ക് വേണ്ടപ്പെട്ട ഉപകാരങ്ങളൊന്നും ചെയ്തു തരുന്നില്ല. നേരെ ചൊവ്വേ അതും തിരിച്ച് മറിച്ചൊക്കെയാണ് അവർ ചെയ്തു തരണം. സർക്കാരിൻ്റെ അടുത്ത് നമുക്ക് എന്താണ് പറയാനുള്ളത് അറിഞ്ഞോളൂ. ദിവസവും കൂടിയ സ്കൂൾ വണ്ടികളും ഇഷ്ടം പോലെ ആളുകളും പോണ റോഡാണ്. അപ്പോൾ ഈ റോഡ് വെച്ച് എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടിയൊക്കെ നടക്കണം. അപ്പോൾ അതൊക്കെ ഓരോ മനുഷ്യന്മാരുടെ ഓരോ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ പാഠങ്ങളുമായി ഇണക്കുകയും ഇവിടെയുള്ളവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നല്ലൊരു റോട്ടിലൂടെ യാത്ര ചെയ്ത് പോകണം എന്നൊക്കെയാണ് എല്ലാവരുടെയും യാത്ര ഏറ്റവും ഒരു മനോഹരമായ ചിന്ത. പക്ഷേ ആ ചിന്ത അവർക്ക് സാക്ഷാത്കരിച്ചു കൊടുക്കാൻ ആരുമില്ല. പലവരും ഊരിൽ വന്ന് എല്ലാ ഊരുകളിലും കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിച്ച് അവർക്ക് വോട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി ഇവർ തിരിച്ച് ഇവർക്ക് വേറെ ഒന്നും കൊടുക്കണ്ട. ഇവർക്ക് സുഖമായിട്ട് ഇന്ന് യാത്ര ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു റോഡ് ഇവർക്ക് കൊടുത്തിരുന്നെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. സർക്കാരിൻ്റെ അടുത്ത് നമുക്കൊന്നും പറയാനില്ല. പക്ഷേ അവർ നേരെ ചെയ്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതുണ്ട് കുറേ ആളുകൾ ഇരിപ്പുണ്ട്, ഇഷ്ടംപോലെ ആളുകൾ ഉണ്ട്. അപ്പം എല്ലാവരും റോഡ് പണിക്ക് ഭാഗമായിട്ട് ഇരിക്കുന്ന ഒരു സീസണാണ് ഇപ്പോൾ. എല്ലാവരും ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ ഈ റോഡിനാണ് എല്ലാവരുടെ ആശ്രയം. റോഡ് കൂടിയൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ ബസ് പോലത്തെ വലിയ വണ്ടിയൊന്നും വരില്ല. അവരെപ്പോഴും ആശ്രയിക്കുന്ന ജീപ്പിലാണ് അവരെപ്പോഴും പോകാൻ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഊരിലുള്ള എല്ലാ കുട്ടികളും ഇപ്പം പുറത്ത് പോയി പഠിക്കുന്ന കുട്ടികളുമാണ്. അപ്പം അവർക്ക് വിശാലമായ റോഡില്ല, നല്ല ഇതില്ല, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സർക്കാർ നേരെ ഇവരോടത്ത് എന്താ പറയുക, ഇവരോടത്ത് സഹകരിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു കാരണം വെച്ചാണ് ഇവർക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നത്. നമ്മുടെ ജില്ലയിൽ വലിയ വലിയ വികസനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ വനയോര മേഖലയിലോട്ട് അത് പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അവർക്ക് അങ്ങോട്ടും ഇങ്ങും വരെയും നന്നായിട്ട് നല്ല ഒന്നും വേണ്ട, അവർ കോൺക്രീറ്റ് ചെയ്ത് നല്ല റോഡ്, നല്ല ഉറപ്പുള്ള കോൺക്രീറ്റ് ചെയ്ത് റോഡായാലും അവർ ചെയ്ത് കൊടുക്കാമെന്നുള്ളത്. പക്ഷേ അവരതുപോലും ചെയ്യുന്നില്ല. അപ്പോൾ ഇവർ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് റോഡ് ചെയ്യുന്നുണ്ട്, റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കോൺക്രീറ്റ് ചെയ്താലും ഈ ഒരുമാതിരിപ്പെട്ട കയറ്റങ്ങളൊക്കെ അവർ നന്നായിട്ട് കോൺക്രീറ്റ് ആകും. എങ്കിലും അതത്ര ഡിമാൻഡില്ല, അതിന് വലിയ പിടുത്തമൊന്നും ഉണ്ടാകത്തില്ല. ഒരു കുറച്ച് ഭാരം കയറിയ ലോറി വന്നാൽ അപ്പം തന്നെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് പോവുകയാണ്. ഇതൊക്കെയാണ് അവസ്ഥ. ഈ കോട്ടൂർ ആദിവാസി ഊരിൽ ഒരുവിധം നല്ല റോഡുള്ള കുറച്ച് വളരെ 2-3 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ചോനാമ്പാറ, 2 വാലിപ്പാറ, കൈതൂർ എന്നൊക്കെ പറയുന്ന ഈ സ്ഥലങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ മനോഹരമായ റോഡുകളുള്ളത്. അല്ലാതെ എല്ലാ സ്ഥലത്തേക്കും അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ബസ് തുറന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ബസ് തുറന്നതുകൊണ്ട് റോഡ് നന്നായിരിക്കും, നല്ല റോഡ്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വലിയ വണ്ടിയൊന്നും വരത്തില്ല. സ്കൂൾ വണ്ടിയിലും എല്ലാം ജീപ്പിലാണ് എല്ലാ കുട്ടികളും പോകാൻ വരികയും ചെയ്യില്ല. അതും ഈ പൊട്ടിപ്പൊളിഞ്ഞില്ലാതായ റോട്ടിൽ കൂടി. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് കാണുന്നവർ നല്ലൊരു നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ഇവർക്ക് ഇപ്പം ഈ വേനൽ സമയം ആയിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേനൽ സമയം ആയിക്കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഡ്രസ്സിങ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ കോട്ടൂർ ജംഗ്ഷൻ എത്തുമ്പോഴത്തേക്ക് എല്ലാ ഈ പൊടിയടിക്കുന്ന കാരണം ഡ്രസ്സെല്ലാം അയക്കാവും, പൊടിയൊക്കെ അടിച്ചിരിക്കും. നല്ല ഡ്രസ്സ് ഇട്ടാലും അത് മോശമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീസണാണ്. മഴയും പ്രശ്നമാണ്, വെയിലും പ്രശ്നമാണ്. അപ്പോൾ മഴ സമയത്ത് അവർക്ക് ചെളി പിടിച്ച റോട്ടിൽ കൂടി ഇപ്പോൾ ഭയങ്കര പാടൊക്കെയാണ്. ചെളി പിടിച്ച് വണ്ടി പറഞ്ഞ് കെട്ടിയും വലിച്ചൊക്കെയാണ് കയറ്റുന്നത്. അപ്പം അങ്ങനെ ഒരു കഷ്ടപ്പാടുണ്ട്. വേനൽ സമയം ആയിക്കഴിഞ്ഞാൽ നല്ല റോഡാണെങ്കിലും റോഡ് വേറെ കുഴപ്പമൊന്നുമില്ലെന്നുണ്ടെങ്കിൽ കുണ്ടും കുഴിയും ചരിഞ്ഞും ആടി തൂങ്ങിയൊക്കെയാണ് ഇവരുടെ യാത്ര. ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര പൊടിയൊക്കെയാണ്. അപ്പോൾ ആ പൊടിയെല്ലാം വണ്ടിയുടെ സ്പീഡ് കാരണം ഉള്ളിലോട്ട് വണ്ടിയുടെ അകത്തേക്ക് അടിച്ചു കയറും. അത് ദേഹത്തൊക്കെ കൊള്ളും, നല്ല തുണിയെല്ലാം അയക്കാവും. അപ്പോൾ അതൊക്കെയാണ് അവരുടെ അവസ്ഥകൾ. ഇതൊക്കെ നമ്മൾ എല്ലാവരും, നമ്മുടെ മേലുസ്തരായ എല്ലാ സർക്കാരും, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം ഇതൊക്കെ വന്ന് കണ്ട് ഒരു നല്ലൊരു നടപടി ചെയ്ത്
ഈ കോട്ടൂർ വനമേഖലയിലുള്ള എല്ലാവർക്കും നല്ല മനോഹരമായ ഒരു കോൺക്രീറ്റ് ചെയ്ത് നല്ല ഉറപ്പുള്ള ഒരു കോൺക്രീറ്റ് ചെയ്തൊരു ഇതാണ് ഒരു റോഡ് എല്ലായിടത്തേക്കും എത്തിക്കണമെന്നാണ് എൻ്റെ താല്പര്യം. അപ്പം എൻ്റെ താല്പര്യമില്ല, ഇവിടുത്തെ നാട്ടുകാരൻ്റെ എല്ലാവരും താല്പര്യം ഇത് തന്നെയാണ്. അപ്പം അതനുസരിച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് സർക്കാർക്ക് ഇപ്പോൾ ഇലക്ഷൻ വന്ന സമയമായി കഴിഞ്ഞാൽ ഇലക്ഷന് വോട്ടിട്ട് കൊടുക്കാനോ ആർക്കും ഒരു മടിയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇലക്ഷന് നിൽക്കുന്നവർക്ക് വോട്ടിട്ട് കൊടുക്കാനും എല്ലാത്തിനും ചെറിയ മടിയൊക്കെ ഉണ്ട്. പക്ഷേ അവർ വീട്ടിൽ വന്ന് കുത്തി ഇളക്കി കൊണ്ടുപോയി ഇലക്ഷൻ ഇടിപ്പിക്കും. പക്ഷേ അവസാനമായത്തേക്ക് അവർ കൈ കഴിഞ്ഞു പോകും. പിന്നെ അവർ തിരിഞ്ഞു പോലും നോക്കാത്തൊരവസ്ഥയാണ്. അവർക്ക് വോട്ട് കിട്ടണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ആ ചിന്തയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് ഞാൻ പറയാണ്. എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്ത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാർക്കും അയച്ചു കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.